السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. വിശുദ്ധമായ റമളാനിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കരുണാകടാക്ഷങ്ങൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന 10 നാളുകളിലെ ഏറ്റവും അവസാനത്തെ ദിനമാണ് ഇന്ന് മഗ്‌രിബോടുകൂടെ വിശുദ്ധ റമളാനിൻ്റെ ഒന്നാമത്തെ 10 സമാപിച്ച് 11ാമത് രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത് അള്ളാഹുവിൻ്റെ കരുണ ലഭ്യമാകാൻ കാരണമാകുന്ന കാര്യങ്ങൾ, അവസാനം പറഞ്ഞത് രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാകുന്ന മറ്റൊന്നാണ് നല്ലതു മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത്. സംസാരിക്കുന്നുവെങ്കിൽ നല്ലതു മാത്രം പറയുക, അതിനുവേണ്ടി നാവ് ഉപയോഗപ്പെടുത്തുക. നല്ലതു പറയാൻ ഒരാൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അയാൾ മൗനം ദീക്ഷിക്കുക. ഇത് ഒരു മുഅ്മിനിനുണ്ടാവേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. നല്ലതു പറയുക, അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കുക എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, നിൻ്റെ ഓരോ അവയവങ്ങളും നാളെ ആഖിറത്തിൽ ചോദിക്കപ്പെടാനുള്ളതാണ്. കൈ, കാല്, കണ്ണ്, നാവ്, ഇങ്ങനെ ഓരോ അവയവവും ഈ അവയവത്തെക്കുറിച്ചൊക്കെ വിചാരണ ചെയ്യപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വനഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം എന്ന് സൂറത്ത് യാസീനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അവരുടെ വായകൾക്ക് നമ്മൾ നാളെ സീല് വെക്കും. എന്നിട്ട് വതുകല്ലിമുന ഐദീഹിം, വായകൾക്കു പകരം അവരുടെ കരങ്ങൾ സംസാരിക്കും. വതഷ്ഹദു അർജുലുഹും, ആ സംസാരിക്കുന്ന കരങ്ങൾ സംസാരിക്കുന്ന വിഷയം സത്യമാണെന്നതിന് സാക്ഷിയായി കാലുകൾ നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരവസ്ഥ നാളെ ഓരോ മനുഷ്യനും പരലോകത്ത് വെച്ച് വരാനുണ്ട് എന്ന ഒരു വിചാരം നമ്മുടെ ഓരോ വാക്കുകളിലും പ്രവൃത്തികളിലും നമുക്കുണ്ടാവണം. മാ യൽഫളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരാളും ഒരു വാക്കും പറയുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവൻ്റെ അരികിൽ അതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് റഖീബ് അതീദ് എന്നീ 2 മലക്കുകൾ ഉണ്ടായിട്ടല്ലാതെ, എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ ഒരു വാക്കും ഒരാളും സംസാരിക്കുന്നില്ല. അതുകൊണ്ടാണ് മുഅ്മിൻ പൊതുവെ സ്വീകരിക്കേണ്ട നയം, സംസാരിക്കുന്നുവെങ്കിൽ നല്ലത് മാത്രം പറയുക, അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കുക. മൗനം വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മെ രക്ഷപ്പെടുത്തുക മൗനമായിരിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മൾ കാരുണ്യം ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്, നല്ലത് മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നബി തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു മ്രഅൻ തകല്ലമ ഫഗനിമ. റഹിമല്ലാഹു മ്രഅൻ, അല്ലാഹു തആല ഒരാൾക്ക് കരുണ ചെയ്യട്ടെ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയാണ്, അല്ലാഹു ഒരാൾക്ക് കരുണ ചെയ്യട്ടെ. എന്താണ് അയാൾ ചെയ്തത്? തകല്ലമ ഫഗനിമ, അയാൾ സംസാരിച്ചു. ആ സംസാരം ഒരു ഉപകാരപ്രദമായ സംസാരമായിപ്പോയി. വേണ്ടത് മാത്രം സംസാരിച്ചു, വേണ്ടാത്തത് അയാൾ സംസാരിച്ചില്ല. സ്വർഗത്തെപ്പറ്റി പറയുന്നിടത്ത് കാണാം, ലാ തസ്മൗ ഫിഹ ലഗ്വൻ, സ്വർഗത്തിൽ ലഗ്വ്, പാഴ്വാക്കുകൾ
അനാവശ്യ സംസാരങ്ങൾ സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. അതാണ് സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേകത. കാരണം അനാവശ്യമായ സംസാരങ്ങൾ, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, അത് ബുദ്ധിശൂന്യതയുടെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സംസാരിക്കുകയും ആ സംസാരം ഒരാവശ്യത്തിനാവുകയും ചെയ്തു, അങ്ങനെയുള്ള ഒരാൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അവൻ്റെ കാരുണ്യം ഉണ്ടാകുമാറാവട്ടെ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഔ സക്കത്ത ഫസലിമ, അല്ലെങ്കിൽ അവന് സംസാരിക്കാൻ ഉള്ളൊരു സ്പേസ് അതവന് ഉപയോഗപ്പെടുത്തിയില്ല, അവനുപയോഗപ്പെടുത്താതെ അവൻ മിണ്ടാതിരുന്നു. അങ്ങനെ ഫസലിമ, അവൻ രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാൾക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാവട്ടെ. അപ്പോൾ സംസാരിച്ചു, നല്ലതു മാത്രം പറഞ്ഞു, അല്ലെങ്കിൽ സംസാരിക്കേണ്ട സമയമായിരുന്നു, പക്ഷേ അവൻ അവിടെ മിണ്ടാതിരുന്നു. ആ മിണ്ടാതിരുന്നത് കാരണം ഒരുവൻ ദുരന്തത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു പോയി. ഈ രണ്ടു പേർക്കും അള്ളാഹുവിൻ്റെ കരുണയുണ്ടാവട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു മുഅ്മിനിന് കാരുണ്യം കരഗതമാവാൻ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച ഒന്നാണ് ആവശ്യമുള്ളത് മാത്രം പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മറ്റൊന്നാണ് നമ്മൾ രാത്രി എഴുന്നേൽക്കുക, കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്യുക. വിശുദ്ധ റമളാനിൻ്റെ രാവുകൾ പലപ്പോഴും വീടുകളിലെ വൃദ്ധന്മാരായ മാതാപിതാക്കൾ അവരെണീറ്റ് ഒരുപാട് നേരം നിസ്കരിക്കുകയും അതോടൊപ്പം കണ്ണീരൊഴുക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും തൗബയുടെ തേങ്ങലുകൾ റൂമുകളിൽ നിന്നും പള്ളികളിൽ നിന്നും കേൾക്കുകയും ചെയ്യുന്ന വളരെ സുന്ദരമായ രാവുകളാണ്. ഇവിടെ നാം ഓർമ്മിക്കേണ്ടത് വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം. അപ്പം നമ്മൾ മാത്രം നന്നാവുക എന്നതല്ല, മറിച്ച് കുടുംബത്തെ കൂടെ നരകത്തെ തൊട്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ഇങ്ങനെ നമ്മുടെ പരിധിയിൽ വരുന്ന ആരെല്ലാം ഉണ്ടോ അവരെ കൂടെ വിശുദ്ധമായ നരകത്തെ തൊട്ട് തെറ്റിപ്പിക്കാനും സ്വർഗത്തിലേക്ക് എത്തിക്കാനും നമ്മൾ തയ്യാറാവണം. അവരെന്തോ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ കാര്യം മാത്രം എന്നൊരു രീതിയിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. അങ്ങനെ നമ്മൾ അവരുടെ വിഷയത്തിലൂടെ ഇടപെടുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ അത് നമുക്ക് കാരണമായിത്തീരും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നൊരു ഹദീസ്. നബി തങ്ങൾ പറയുന്നു, റഹിമഹുല്ലാഹു റജുലൻ, അള്ളാഹു തആല ഒരാൾക്ക് കാരുണ്യം ചെയ്യട്ടെ. എന്താണ് അയാളുടെ പ്രത്യേകത? ഖാമ മിനൽ ലൈലി ഫസല്ല, അയാൾ രാത്രിയിൽ എണീറ്റു. ഫസല്ല, അയാൾ തഹജ്ജുദ് നിസ്കരിച്ചു. അയാൾ രാത്രിയിൽ എണീറ്റു, അയാൾ നിസ്കരിച്ചു. എന്നിട്ട് വഅയ്ഖല ഇംറഅതഹു ബിഹി, അയാളുടെ ഭാര്യയെ കൂടെ വിളിച്ചെണീപ്പിച്ചു, ഭാര്യയെ കൂടെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് വിളിച്ചു. അങ്ങനെ ഫൈൻ അബത്ത്, അയാൾ ആ പെണ്ണ് വിസമ്മതിച്ചപ്പോൾ നലിജ വജഹഹ അൽമാ, അവളുടെ മുഖത്ത് വെള്ളം തെളിച്ചു. അങ്ങനെ ഒരാൾ ഒരു ഭാര്യയെ വിളിച്ചുണർത്തിയാൽ ആ ഭാര്യയ്ക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്തുണ്ടാവട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറഹിമല്ലാഹു ഇംറഅതൻ, ഒരു ഭാര്യയ്ക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, കാരുണ്യം ചെയ്യട്ടെ. ഖാമത്ത് മിനൽ ലൈലി ഫസല്ലത്ത്, ആ പെണ്ണ് രാത്രിയിൽ എണീറ്റു, നിസ്കരിച്ചു. വഅയ്ഖലത്ത് സൗജഹ, അവളുടെ ഭർത്താവിനെയും നിസ്കരിക്കാൻ വേണ്ടി അവൾ എണീപ്പിച്ചു. ഫസല്ല, ആ ഭർത്താവ് നിസ്കരിച്ചു. അങ്ങനെ ഫൈനബ, അല്ല അയാൾ വിസമ്മതിക്കുകയാണെങ്കിലോ നലിജത്ത് വജഹഹു, അയാളുടെ മുഖത്ത് വെള്ളം തെളിച്ച് നിസ്കരിക്കാനുള്ള പ്രേരണ അയാൾക്ക് നൽകി. അങ്ങനെയുള്ള ഒരു ഭാര്യയ്ക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, കാരുണ്യം ചെയ്യട്ടെ. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
താൻ എണീറ്റപ്പോൾ തൻ്റെ ഭാര്യയെ കൂടെ വിളിച്ചുണർത്തിയ ഭർത്താവിന് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാവാൻ ദുആ ചെയ്തു. അതേപോലെ തന്നെ ഒരു പെണ്ണ്, ആ പെണ്ണ് രാത്രിയിൽ എണീറ്റ് നിസ്കരിച്ചപ്പോൾ തൻ്റെ ഭർത്താവിനെ കൂടെ എണീപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു പെണ്ണിന് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മൾ മാത്രം ചെയ്യുകയല്ല, നമ്മുടെ കുടുംബത്തെ കൂടെ നന്മകളിൽ നമ്മൾ പങ്കെടുപ്പിക്കുക. ഓ അംഫുസക്കും വഅഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണം എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. മക്കൾ എങ്ങനെയെങ്കിലും ആവട്ടെ എന്നൊരു ചിന്താഗതി നല്ലതല്ല എന്ന് സാരം. മറ്റൊന്നാണ് അസ്റിന് ശേഷം 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. അസ്ർ നിസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അസ്ർ നിസ്കാരവും സുബ്ഹ് നിസ്കാരവും ഒക്കെ എന്നത് അത് സ്വലാത്തുൽ വുസ്ത എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ നിസ്കാരങ്ങളാണ്. രണ്ടു തരം മലക്കുകളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെടുന്ന നിസ്കാരങ്ങളാണ്. ഭൂമിയിലേക്ക് സന്ധ്യാസമയത്തും രാവിലെയും വരികയും ഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്യുന്ന ചില മലക്കുകളുണ്ട്. രാവിലെ സുബഹിന് മുമ്പേ വന്ന മലക്കുകൾ, ആ മലക്കുകളെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് തിരിച്ചു പോവുക ഹദീത്തുകളിൽ കാണാം അസുറിന് ശേഷമാണ്, അസുർ ജമാഅത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ്. വൈകുന്നേര സമയത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ, ആ മലക്കുകൾ ഇറങ്ങി വരുന്ന സമയവും അസുറിന് സമയമാണ്, അസ്ർ നിസ്കാരത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഹദീസുകളിൽ കാണാം അസ്ർ നിസ്കാരത്തിൻ്റെ ജമാഅത്തുകളിൽ ഈ 2 മലക്കുകളുടെ സാന്നിധ്യവും ഉണ്ടാവും. സന്ധ്യാസമയത്തേക്ക് വരുന്ന മലക്കുകളുടെയും രാവിലെ മുതൽ സന്ധ്യാസമയം വരെ ഇവിടെ സംഗമിച്ച മലക്കുകളുടെയും 2 മലക്കുകളുടെയും സാന്നിധ്യമുള്ള വളരെ പ്രധാനപ്പെട്ട സലാത്തുൽ വുസ്ത എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു നിസ്കാരമാണ് അസ്ർ നിസ്കാരം. അതേപോലെ തന്നെ സുബ്ഹ് നിസ്കാരവും രാത്രിയിൽ ഇവിടെ തങ്ങിയ മലക്കുകൾ പോവുകയും പിന്നീട് പകൽ സമയം ഡ്യൂട്ടിയിലിരിക്കുന്ന മലക്കുകൾ വരികയും ചെയ്യുന്ന നിസ്കാരമാണ് സുബ്ഹ് നിസ്കാരം. പൊതുവെ ആളുകൾ അശ്രദ്ധമായി കാണുന്ന നേരം, അങ്ങനെ കൂടെ ആ ഒരു നിസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. ഈ നിസ്കാരം അസ്ർ നിസ്കാരത്തിന് മുമ്പ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിൽ 4 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. വിശുദ്ധ റമളാനാണ്, 4-ന് 4 റക്അത്ത് ഫർളിൻ്റെ കൂലിയാണ് ലഭിക്കുക. സുന്നത്തിന് ഫർളിൻ്റെ കൂലി, ഫർളിന് 70 ഫർളുകളുടെ കൂലി. അതിൽ ആദ്യത്തെ 10 നമ്മിൽ നിന്ന് ഇന്ന് മഗ്രിബോടുകൂടെ കഴിഞ്ഞുപോയി. ഇനി നമുക്ക്, ഇന്നെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച മഗ്രിബോടുകൂടെ കഴിഞ്ഞുപോയി, ഇനി നമുക്ക് വരാനിരിക്കുന്ന 20 ദിനരാത്രങ്ങൾ അത് വേണ്ടതുപോലെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. റവാത്തിബുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക, സലാത്തുൽ ളുഹ നമ്മൾ പതിവാക്കുക. സൂര്യോദയം മുതൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെയുള്ള സമയത്ത് നിർവഹിക്കേണ്ട പവിത്രമായൊരു നിസ്കാരമാണ് സലാത്തുൽ ളുഹ. ചുരുങ്ങിയത് 2 റക്അത്തും കൂടിയത് 8 റക്അത്തും. ഇത് റമളാനിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും പതിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 8 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ഇനി 8-ന് സാധിക്കില്ലെങ്കിൽ 2 റക്അത്തെങ്കിലും നമ്മളത് പതിവാക്കി കൊണ്ടുവരണം. സ്വർഗത്തിനൊരു കവാടമുണ്ട്, ആ കവാടത്തിൻ്റെ പേര് ബാബുൽ ളുഹ എന്നതാണ്. നാളെ ളുഹ നിസ്കരിച്ച ആളുകൾ മാത്രമാണ് ആ കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുക. എന്ന് വെച്ചാൽ അവർ VIP-കളാണ്. അത്രയും അള്ളാഹു ആദരിച്ച വിഭാഗമാണ് ളുഹ നിസ്കരിക്കുന്ന വിഭാഗം. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ റമളാനിൽ പ്രത്യേകിച്ചും ളുഹ നിസ്കാരം സ്ഥിരമായി നിസ്കരിക്കുക. ഇപ്പം നമ്മൾ അത്താഴത്തിന് വേണ്ടി എണീക്കുന്നത് കൊണ്ട്
തഹജ്ജുദ് നിസ്കാരം നമ്മൾ ഉണ്ടാവും. അതോടൊപ്പം റവാത്തിബുകളും ദുആകളുമൊക്കെ പതിവാക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, റഹിമല്ലാഹും റഅൻ, അള്ളാഹു ഒരാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, കാരുണ്യം ചെയ്യട്ടെ. എന്താണ് അയാളുടെ പ്രത്യേകത? സല്ലാ ഖബലൽ അസ്രി അർബഅ, അയാൾ അസുറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അങ്ങനെയുള്ള ഒരാൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹുവിൻ്റെ കാരുണ്യം അയാൾക്കുണ്ടാവട്ടെ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ച വിഭാഗത്തിൽ അസുറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്നവരെ കൂടെ ഉൾപ്പെടുത്തിയതായി കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ റഹ്മത്ത് കരഗതമാവാൻ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച, അവിടുന്ന് ദുആ ചെയ്ത ഒരു വിഭാഗമാണ് അസുറിന് മുമ്പ് സ്ഥിരമായി 4 റക്അത്ത് നിസ്കരിക്കുന്നവർ. ദുആന്റെ പരിധിയിൽ വരുന്നതിന് സ്ഥിരമായി നിസ്കരിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു സമയത്ത് നിസ്കരിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദുആഇൻ്റെ പരിധിയിൽ ആ നിസ്കരിച്ചയാൾ വരുന്നതാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്നാണ് വിജ്ഞാനത്തിൻ്റെയും ദിക്റിൻ്റെയും മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവർ. വിശുദ്ധമായ റമളാൻ സമാഗതമായതു മുതൽ ഒരുപാട് ക്ലാസുകൾ നമുക്ക് മുമ്പിൽ ലഭ്യമാണ്. ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും വഅലിൻ്റെയും ഇൽമിൻ്റെയും ഒക്കെ മജ്ലിസുകൾ, സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പറ്റിയതും പറ്റാത്തതും, പള്ളികളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതും സ്ത്രീകളെ കൂടെ സാന്നിധ്യമുള്ളതുമായ ഒരുപാട് മജ്ലിസുകൾ. നമ്മൾ നോട്ടീസുകൾ കാണുമ്പോൾ അതിനെ വില കൽപ്പിക്കാതെ അവജ്ഞയോടെ ഒരു കാരണവശാലും നമ്മൾ തള്ളിപ്പോവരുത്. ഇൽമിൻ്റെ മജ്ലിസ് അത് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്, സ്വർഗ്ഗപ്പൂന്തോപ്പാണ്. ദുനിയാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗമെന്ന് വിശേഷിപ്പിച്ച ഇടങ്ങൾ വളരെ കുറവാണ്. നബി തങ്ങൾ പറഞ്ഞു, മാ ബൈന മിംബരി വ ബൈത്തി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ മിമ്പറിൻ്റെയും എൻ്റെ റൂമിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് പിന്നെ മദീനത്തെ പള്ളിയിലെ പവിത്രമായ സ്ഥലം അത് സ്വർഗ്ഗപ്പൂന്തോപ്പാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരും അവിടെ ഹജ്ജിനോ ഉംറക്കോ പോയാൽ മദീനയിലേക്ക് എത്തുന്ന ഒരു വിശ്വാസി അവിടെ പോയി നിസ്കരിക്കാൻ താല്പര്യപ്പെടുന്നത്, അവിടെയൊന്ന് ഇരിക്കാൻ നമ്മൾ വെമ്പൽ കൊള്ളുന്നത്. എന്നാൽ അത്ര പവിത്രത കൽപ്പിച്ച വേറെയൊരു മജ്ലിസ് ഏതാ? അത് അറിവ് പഠിപ്പിക്കുന്ന ഇൽമിൻ്റെ മജ്ലിസുകളാണ്. അതേതിലൂടെ നമ്മൾ കേട്ടാലും സ്വർഗ്ഗപ്പൂന്തോപ്പിലാണെന്നൊരു ബോധം നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ഒരാളൊരു മാർഗത്തിൽ പ്രവേശിച്ചു, ഒരു വഴിയിൽ പോയി, ഏതുമാവാം, എന്താണ് അയാളുടെ ലക്ഷ്യം? യൽതമിസു ഫീഹി ഇൽമ, അവിടെ വെച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ശരീഅത്തിൻ്റെ ഇൽമ് കരഗതമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് അയാൾ അങ്ങോട്ട് പോയത്. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ ഓൺലൈനിലൂടെയുള്ള ഇൽമിൻ്റെ സമ്പാദനങ്ങളാണെങ്കിലും അല്ല ഫിസിക്കലായി നടക്കുന്ന ക്ലാസ്സുകളിലാണെങ്കിലും അവിടെ നമ്മൾ പോയത് ഇൽമ് കിട്ടണം, അത് നേടണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ്. അല്ലെങ്കിലോ എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സഹ്ഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അങ്ങനെ അവൻ ആ ഒരു വഴിയിലൂടെ പ്രവേശിക്കുമ്പോൾ അത് കാരണം സ്വർഗത്തിലേക്കുള്ള മാർഗം അവൻ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ, ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ വീടുകൾ, ഭവനങ്ങൾ, പള്ളികൾ, ആ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നില്ല. എന്തിനു വേണ്ടി? യത്ലൂന കിതാബല്ലാഹി വയതദാറസൂന ബൈനഹും, അവരൊരുമിച്ച് കൂടുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും വയതദാറസൂനഹു ബൈനഹും, ആ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും. വിശുദ്ധ ഖുർആൻ പാരായണ ശൈലി പഠിക്കുക, അല്ലെങ്കിൽ അതിലുള്ള ആശയങ്ങൾ പഠിക്കുക, ഇതിനു വേണ്ടിയും ഒരു വിഭാഗവും ഒരുമിച്ച് കൂടുന്നില്ല. ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവർക്ക് അല്ലാഹു സമാധാനം ഇറക്കി കൊടുത്തിട്ടല്ലാതെ. ഇൽമിൻ്റെ മജ്ലിസുകൾ പങ്കെടുത്തവർക്ക് വല്ല ടെൻഷനുമുണ്ടെങ്കിൽ
ആ ടെൻഷൻ അകലാൻ അത്തരം മജ്ലിസുകൾ കാരണമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന, ശരീഅത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന മജ്ലിസുകളിൽ ഒരാൾ പങ്കെടുത്താൽ അത് സമാധാനം കിട്ടാൻ കാരണമാണ്. നമ്മളൊക്കെ നെട്ടോട്ടം ഓടുന്നതും സമാധാനത്തിൻ്റെ വഴികൾ അന്വേഷിച്ചു കൊണ്ടാണ്. ഒരു മുഅ്മിനിന് കിട്ടാൻ, കാരുണ്യം കിട്ടാനും സമാധാനം കിട്ടാനും. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വഗശിയതുഹുമുർ റഹ്മ, അയാൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം അയാളെ വലയം ചെയ്യും. വഹഫത്തുഹുമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ അയാളെ പൊതിയും. വദക്കറഹുമുല്ലാ, അവനെക്കുറിച്ച് മലക്കുകളോട് അള്ളാഹു പ്രത്യേകമായി പറഞ്ഞ് അഭിമാനം കൊള്ളുകയും ചെയ്യും. ദുന്യാവിലുള്ള എൻ്റെ അടിമയിലേക്ക് നോക്കൂ, പള്ളിയിൽ സംഗമിച്ച, അല്ലെങ്കിൽ വീടുകളിൽ ഇൽമിൻ്റെ മജ്ലിസിന് വേണ്ടി, ഖുർആൻ പാരായണത്തിന് വേണ്ടി, അതിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങൾ ഈ വിശുദ്ധമായ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ, അത്തരം ആളുകളെ ചൂണ്ടിക്കാണിച്ച് ആകാശ ലോകത്തുള്ള മലായിക്കുകളോട് അള്ളാഹു അഭിമാനം പറയും എന്നാണ് വിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ കാരണമായി എണ്ണിയ മറ്റൊരു കാര്യമാണ് ഇൽമിൻ്റെയും ദിക്റിൻ്റെയും മജ്ലിസുകളിൽ നമ്മൾ സംഗമിക്കുക, അത് നമ്മൾ കേൾക്കുക. പരമാവധി അമലുകളിൽ വരുന്ന തെറ്റുകളെ ഇൽമുകളെ കൊണ്ട് നമ്മൾ നന്നാക്കിയെടുക്കുക. അള്ളാഹു അതിനുതകുന്ന മജ്ലിസുകളായി നമ്മുടെ ഈ എപ്പിസോഡുകളടക്കമുള്ള എല്ലാ മജ്ലിസുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.